ഹായ് ഹലോ, ഇന്നൊരു ഇഫ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാനിവിടെ ഒരു ഫുള്ള് ചിക്കനിലാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്. അപ്പോൾ ഒരു 1,800 ആ ഒരു ഇതിലുള്ള kg ചിക്കനാണ് കേട്ടോ. ചിക്കൻ നന്നായിട്ട് കഴുകിയിട്ട് 4 പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം നല്ല കട്ടി തൈര് ചേർത്ത് കൊടുക്കാം. വെള്ളം തൈരാണെങ്കിൽ അരിച്ചെടുത്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 വലിയ ടേബിൾ സ്പൂണിൽ കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ അതിട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ മസാല പൗഡർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി എരിവിനനുസരിച്ചിട്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1/2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇഞ്ചിയുടെ വലിയൊരു സ്മെല്ല് ഇഷ്ടമില്ലാത്തതുകൊണ്ട് 1/2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് ഓരോ ചിക്കൻ ഇങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് അരപ്പോട് കൂടിയിട്ട് ഒന്ന് ആക്കിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചിക്കനാണ് കേട്ടോ. ഇപ്പോഴല്ല, കുറേ ദിവസമായി. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മക്കൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ഇത് ഉണ്ടാക്കിയിട്ടുള്ള ഇതിൻ്റെ മേലുള്ള ഒരു കഥ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറാകുമ്പോൾ ഇങ്ങനെ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ടയുടെ വെള്ളയാണ് എടുത്തിട്ടുള്ളത്, പുഴുങ്ങിയ മുട്ടയുടെ വെള്ള. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 സ്ലൈസ് ചീസിൻ്റെ ഇതാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 സ്ലൈസ് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പോളം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/4 കപ്പ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ സൺഫ്ലവർ ഓയിലായാലും പാം ഓയിലായാലും പ്രശ്നമില്ല കേട്ടോ. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് ഞാൻ അടിച്ച് വന്നിട്ടായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുത്താലും പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മിക്സിയുടെ ജാറ് കുറച്ച് ചെറുതായതുകൊണ്ട് പുറത്ത് മറയണ്ടാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ പിന്നെ ഒഴിച്ച് കൊടുത്തതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വന്നതിന് ശേഷം നമ്മൾ ഇതൊന്ന് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം കേട്ടോ. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലാണ്, ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ചിക്കൻ്റെ കഥ അറിഞ്ഞാൽ ഇത് ഞാൻ രാത്രിയിലേക്കാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് ഇതിൽ നിന്ന് ഒരു പീസ് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കറിയില്ലല്ലോ ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊന്നും. അപ്പോൾ ഒരു പീസ് ഞാൻ വേണമെങ്കിൽ ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ പൊരിച്ചെടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മൂടി വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു കഥയെന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾ ഉണ്ടാക്കി എല്ലാവരും കഴിച്ചു. ടേസ്റ്റ് എന്ന് പറയാൻ വലിയ ടേസ്റ്റൊന്നുമില്ല, ഒരു ക്രീമി രൂപത്തിൽ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ്റെ ഒരു ടേസ്റ്റാണ് ഇതിന് ഉള്ളത് കേട്ടോ. പിന്നെ ഇത് ഉണ്ടാക്കി കുട്ടികളൊന്നും നല്ലോണമൊന്നും കഴിച്ചില്ല. ഒരു എന്താ പറയുക, മത്ത് പിടിക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു റെസിപ്പി എന്ന് വെച്ചാൽ എനിക്കും കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ചിലവർക്കൊക്കെ ഇഷ്ടമായിരിക്കും. പിന്നെ കുറച്ച് കഴിക്കുമ്പോൾ കുറച്ച് നമുക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ കുറേ ഒന്നും കഴിക്കുമ്പോൾ ഇത് നമുക്കൊരു എന്താ പറയുക, മടുപ്പ് തോന്നുന്നൊരു ചിക്കൻ്റെ ഇതാണ് കേട്ടോ. ചിക്കൻ കറിയാന്ന് എന്താ ഗ്രേവിയാണെന്തോ എന്തോ പറയുന്നു. പിന്നെ അങ്ങനെ ഞാനിപ്പോൾ ഇതുണ്ടാക്കി ഇതിലേക്ക് ഈ സോസ് നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ഇതൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു നമുക്ക് അപ്പത്തിന് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ കുറച്ച് കൂടുതൽ ക്രീം ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ച് നേരം മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഫ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ആക്കി നോക്ക്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആക്ക്, കമൻ്റ് ആക്ക്, ഷെയർ ആക്ക്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണില്ലേ, അപ്പോൾ അതൊന്ന് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് ഇല്ലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.